അമേരിക്കയുമായുള്ള 5 മാസങ്ങൾ നീണ്ട കടുത്ത യുദ്ധം, ദശകങ്ങളായി തുടരുന്ന ഉപരോധങ്ങൾ, ഒപ്പം രാജ്യവ്യാപകമായി ആഞ്ഞടിച്ച പ്രതിഷേധങ്ങൾ. എന്നിട്ടും ഇറാന്റെ സാമ്പത്തിക രംഗം എന്തുകൊണ്ടാണ് പൂർണ്ണമായും തകരാത്തത്? ഈ ഒരു ചോദ്യം സാധാരണക്കാരായ ഏതൊരു മനുഷ്യന്റെ ഉള്ളിലും പല വട്ടങ്ങളിൽ പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. ദശലക്ഷക്കണക്കിന് ആളുകൾ അനുദിന ജീവിത ചിലവുകൾക്കായി കഷ്ടപ്പെടുമ്പോഴും സമ്പൂർണമായ ഒരു സാമ്പത്തിക തകർച്ച ഒഴിവാക്കാൻ ഇറാന് സാധിക്കുന്നുണ്ട് എന്നാണ് അന്താരാഷ്ട്ര സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. എങ്ങനെയാണ് അത് സാധിക്കുന്നത്? 9 കോടിയിലധികം ജനസംഖ്യയുള്ള ഇറാൻ എണ്ണ കയറ്റുമതിയെ മാത്രം ആശ്രയിക്കാതെ കൃഷി, നിർമ്മാണം, സേവന മേഖലകൾ എന്നിവ വികസിപ്പിച്ചതാണ് സാമ്പത്തിക രംഗം വീണുപോകാതെ നിൽക്കാൻ പ്രധാന കാരണമെന്നാണ് പറയപ്പെടുന്നത്. ഒപ്പം രഹസ്യമായ എണ്ണ കൈമാറ്റങ്ങളും അനൌദ്യോഗിക തൊഴിൽ വിപണിയും ഇറാന് തണലായി എന്ന് സാമ്പത്തിക വിദഗ്ധരെ ഉദ്ധരിച്ചുകൊണ്ട് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ക്ഷാമം ഉണ്ടാകുന്നതും ജീവനക്കാർക്ക് ശമ്പളം നൽകാനും അടിസ്ഥാന സേവനങ്ങൾ നൽകാനുമുള്ള ശേഷി ഭരണകൂടത്തിന് നഷ്ടപ്പെട്ടതുമാണ് ഒരു സാമ്പത്തിക വ്യവസ്ഥയുടെ സമ്പൂർണ്ണ തകർച്ച എന്ന് വെൽഫെയർ ഇക്കണോമിക്സ് ഹാദി കഹാൽസാദെ നിർവചിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഇറാന്റെ സാമ്പത്തിക രംഗം പൂർണ്ണമായും തകർന്നിട്ടില്ല. എന്നാൽ ഈ സാമ്പത്തിക ആഘാതത്തിന്റെ മുഴുവൻ ഭാരവും ചുമക്കേണ്ടി വന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. രാജ്യത്തെ പണപ്പെരുപ്പം 90% ഉയർന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇറച്ചി, മുട്ട, പാചകവാതകം തുടങ്ങിയ അവശ്യ സാധനങ്ങളുടെ വില 3 ഇരട്ടിയിലധികമാണ് വർദ്ധിച്ചത്. എന്നാൽ ജനങ്ങളുടെ വേതനം ഇതിനനുസരിച്ച് ഉയർന്നതുമില്ല. പ്രതിമാസ കുറഞ്ഞ വേതനം $100 താഴെയായി ചുരുങ്ങി. കൂടാതെ ഈ മാസം US നടത്തിയ ആക്രമണങ്ങളിൽ 12 പാലങ്ങളും 2 തുരങ്കങ്ങളും തകർക്കപ്പെടുകയും ഗ്യാസ്, വൈദ്യുതി ഉൽപാദനം എന്നിവ തടസ്സപ്പെടുകയും ചെയ്തു. ഇറാന്റെ സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് പ്രകാരം മുൻപ് രാജ്യത്തെ ജനസംഖ്യയുടെ ഭൂരിഭാഗവും മധ്യവർഗമായിരുന്നു എങ്കിൽ ഇന്ന് അത് ചെറിയ ന്യൂനപക്ഷമായി മാറി. നിലവിൽ ജനസംഖ്യയുടെ 70% ആളുകൾ ദരിദ്രരോ ദരിദ്ര ഭീഷണി നേരിടുന്നവരോ ആണ്. 5 വർഷം മുൻപ് 30% ദാരിദ്ര്യ നിരക്ക് ഈ വർഷം 45% ഉയർന്നുവെന്നാണ് പറയപ്പെടുന്നത്. പുറത്തുനിന്നുള്ള ഭീഷണികൾക്കൊപ്പം ആഭ്യന്തര തലത്തിലെ കടുത്ത അഴിമതിയും ഇറാന് വലിയ വെല്ലുവിളിയാണ്. എണ്ണ വിൽപ്പനയിൽ നിന്നുള്ള വരുമാനം $11 ശതകോടി പണം തിരികെ ലഭിക്കാതെ ചില താൽക്കാലിക ചുമതലക്കാർ തട്ടിയെടുത്തതായി സർക്കാർ തന്നെ വ്യക്തമാക്കുന്നുമുണ്ട്. ഈ റിപ്പോർട്ടുകൾ പ്രകാരം വലിയൊരു തുക കയറ്റുമതി വരുമാനമായി തിരികെ രാജ്യത്തിലേക്ക് എത്തിക്കാൻ ഇറാന് സാധിച്ചിട്ടുമില്ല. ഭക്ഷണ രീതികളിൽ മാറ്റം വരുത്തിയും ചികിത്സകൾ മാറ്റിവെച്ചും വാടക കുടിശ്ശിക വരുത്തിയുമൊക്കെയാണ് ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഇന്ന് ഇറാനിൽ ജീവിക്കുന്നത്. എന്നാൽ ഇതൊക്കെ ഉണ്ടായിട്ടും ഈ ജനതയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഭക്ഷണ രീതികളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയും വലിയ അത്യാവശ്യമില്ലാത്ത ചികിത്സകൾ മാറ്റിവെച്ചും വാടക വലിയ രീതിയിലുള്ള വാടകയിലേക്ക് പോകാതെ അതിനെ ചുരുക്കിയുമൊക്കെയാണ് ജനങ്ങൾ ഇതിനെ അതിജീവിക്കുന്നത്. റഷ്യ, ചൈന രാജ്യങ്ങളുമായുള്ള സാമ്പത്തിക ബന്ധങ്ങൾ ഇറാന് താൽക്കാലികമായി വലിയ ആശ്വാസം നൽകുന്നുണ്ട്. എന്നാൽ നയതന്ത്രത്തിലൂടെ ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങളും യുദ്ധഭീതിയും കുറച്ചാൽ മാത്രമേ ഇറാന് സാമ്പത്തിക രംഗത്ത് യഥാർത്ഥ വീണ്ടെടുപ്പ് സാധ്യമാകൂ എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. അതായത് ഇറാന് ഒന്ന് പൂർണ്ണ രീതിയിൽ ഒരു ശ്വാസം എടുത്ത് നിവർന്നു നിൽക്കാൻ സാധിക്കണമെങ്കിൽ യുദ്ധം എന്ന് പറയുന്ന ആ ഒരു ഭീതി ഒഴിവാകണമെന്നാണ് അർത്ഥം. പക്ഷേ എന്നിട്ട് പോലും നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ 5 മാസത്തെ കടുത്ത യുദ്ധം നിലനിൽക്കുമ്പോഴും വർഷങ്ങളായി തുടരുന്ന ഉപരോധങ്ങൾ നിലനിൽക്കുമ്പോഴും ഈ നാട് ഈ ഒരു അവസ്ഥയിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതിനു പിന്നിൽ ഈ രാഷ്ട്രം നടത്തുന്ന അല്ലെങ്കിൽ ഈ രാഷ്ട്രത്തിലെ ജനങ്ങൾ ഓരോരുത്തരും നൽകുന്ന ഒരു സേവനം അല്ലെങ്കിൽ അവർ എടുക്കുന്ന ഒരു കരുതൽ, അതിനും അപ്പുറത്തേക്ക് അവർ മാറ്റിവെക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇറാനും US മധ്യസ്ഥർ വഴി ആശയവിനിമയം നടത്തുന്നത് തുടരുകയും സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും സംഘർഷം ഇപ്പോൾ ചെങ്കടലിലും കാസ്പിയൻ കടലിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. ഉപരോധങ്ങളും സംഘർഷ ഭീതിയും നിലനിൽക്കുന്നിടത്തോളം കാലം ആഭ്യന്തര സാമ്പത്തിക പരിഷ്കാരങ്ങൾ മാത്രം ഒരു സുസ്ഥിരത വീണ്ടെടുക്കാൻ സാധ്യമാക്കാൻ കഴിയില്ല എന്ന് പ്രൊഫസർ ഫർസാദ് തഗ്വി വ്യക്തമാക്കുന്നു. ഇറാൻ ജനത എന്ന് പറയുന്നത് ഒരു രാജ്യത്തിനായി ജനങ്ങൾ ഒന്നടങ്കം ത്യാഗം സഹിക്കാൻ തയ്യാറാകുന്നു എന്നതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ഈ രാജ്യത്തിന് ഈ 5 മാസം എങ്ങനെ ഈ ഒരു ബുദ്ധിമുട്ടുകൾക്കിടയിലും യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചു എന്ന ചോദ്യത്തിന് അന്വർത്ഥമാക്കുന്ന ഉത്തരം എന്ന് പറയുന്നത് ആ ജനതയുടെ ആത്മവീര്യമാണ്. എന്ത് ത്യാഗം സഹിച്ചാലും, പട്ടിണി കിടന്നായാലും
സ്വന്തം രാജ്യത്തിന്റെ പരമാധികാരം വിട്ടുകൊടുക്കില്ല എന്ന ആ ജനതയുടെ ആത്മവിശ്വാസം അല്ലെങ്കിൽ ആ ഒരു ധൈര്യമാണ് ഇറാൻ എന്ന രാജ്യത്തെ ഇപ്പോഴും മുന്നോട്ട് നയിക്കുന്നത്. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം ഇറാൻ ജനത നേരിടുന്ന കടുത്ത സാമ്പത്തിക ഊർജ്ജ പ്രതിസന്ധിയും ആഭ്യന്തര അതൃപ്തിയുമാണ്. യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോഴും രാജ്യത്തിനുള്ളിൽ വൈദ്യുതി, ഗ്യാസ് വിതരണ ശൃംഖലകൾ താറുമാറായ അവസ്ഥയിലാണ്. US വ്യോമാക്രമണങ്ങളിൽ പ്രധാന ഊർജ്ജ നിലയങ്ങൾക്ക് പരിക്കേറ്റതോടെ ദിവസങ്ങളിൽ മണിക്കൂറുകളോളം പവർ കട്ട് അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണക്കാരന്റെ ജീവിതത്തെ ദുസ്സഹമാക്കുന്നുണ്ട്. അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും തെരുവിൽ ക്യൂ നിൽക്കേണ്ടി വരുമ്പോൾ ജനങ്ങളിൽ ഒരു രോഷം അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ ഒരു വെറുപ്പ് ഒക്കെ ഭരണകൂടത്തോട് ഉണ്ടാകേണ്ട അവസ്ഥയാണ്. പക്ഷേ അവിടെയാണ് ഇറാൻ ജനത എന്ന് പറയുന്നവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ജനത അതിനെയൊക്കെ അതിജീവിക്കാൻ അല്ലെങ്കിൽ അതിനെയൊക്കെ സഹിക്കാൻ, അതിനെയൊക്കെ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ നന്മയ്ക്കാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ പരമാധികാരം ഞങ്ങളിൽ തന്നെ നിലനിൽക്കാൻ വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് ഇറാൻ്റെ വളർച്ച എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഭരണകൂടത്തിന് വേണ്ടതെല്ലാം നേടിക്കൊടുക്കാൻ ഇറാൻ ജനത ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധിയെ അതിജീവിച്ചുകൊണ്ട് ഇപ്പോഴും അമേരിക്ക എന്ന ഒരു വലിയ രാജ്യത്തിനു മുന്നിൽ തലയെടുപ്പോടെ നിന്ന് യുദ്ധം ചെയ്യാൻ ഇറാന് സാധിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര ഒറ്റപ്പെടൽ ഒഴിവാക്കാൻ ഇറാൻ നടത്തുന്ന നീക്കങ്ങളും വളരെ സങ്കീർണമാണ്. ചൈനയിലേക്കുള്ള എണ്ണ കയറ്റുമതി വിപണി വിലയേക്കാൾ കടുത്ത വിലക്കിഴിവിൽ തുടരുന്നതോടെയാണ് ഇറാൻ തങ്ങളുടെ വിദേശ നാണ്യ ശേഖരം ഒരു പരിധിവരെയെങ്കിലും നിലനിർത്തുന്നത്. എന്നാൽ പാശ്ചാത്യ ഉപരോധങ്ങൾ കർശനമായതോടെ ചൈനീസ് ബാങ്കുകൾ വഴിയുള്ള പണമിടപാടുകൾ പോലും കൂടുതൽ സങ്കീർണമായി മാറിയിരിക്കുന്നു. അതായത് എങ്ങനെയെല്ലാം ഒരു രാജ്യത്തെ ശ്വാസം മുട്ടിക്കാൻ സാധിക്കുമോ ആ രീതിയിലെല്ലാം ആ രാജ്യത്തോട് പ്രതികരിക്കുകയാണ് അമേരിക്ക എന്ന വലിയൊരു രാജ്യം. പക്ഷേ അതിനെയെല്ലാം ഇറാൻ മറികടക്കുന്നു എന്നിടത്താണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ വിജയം നിലകൊള്ളുന്നത്. ഇതോടെ റഷ്യയുമായുള്ള സൈനിക വ്യാപാര സഹകരണം ശക്തിപ്പെടുത്താൻ ഇറാൻ നിർബന്ധിതരാവുകയും ചെയ്യുന്നുണ്ട്. ഡ്രോണുകളും മിസൈലുകൾ സാങ്കേതിക വിദ്യയും നൽകി റഷ്യയെ സഹായിക്കുമ്പോൾ പകരം അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും സാമ്പത്തിക സഹായങ്ങളും ഉറപ്പാക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് എങ്കിലും യുദ്ധം നീണ്ടുപോകുന്നത് ഇറാന്റെ സാമ്പത്തിക തകർച്ചയ്ക്ക് വേഗത കൂട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായും ഒരു പരിധിവരെ ഇറാൻ സാമ്പത്തികമായി തളരുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ. സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ കേവലം പ്രതിരോധ തന്ത്രങ്ങൾ കൊണ്ട് മാത്രം ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് കൂടുതൽ കാലം മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. യുദ്ധം ഒരു ശാശ്വത പരിഹാരം കാണുകയും ഉപരോധങ്ങൾ നീക്കം ചെയ്യപ്പെടുകയും ചെയ്യാത്ത പക്ഷം വരും മാസങ്ങളിൽ വീണ്ടും ദാരിദ്ര്യ നിരക്ക് കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഒരു ജനത രാജ്യത്തിന്റെ ഒരു നിലനിൽപ്പിന് വേണ്ടി എന്തെല്ലാം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നു എന്നതാണ് നമുക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. അതായത് എത്ര കഷ്ടനഷ്ടങ്ങൾ സഹിച്ചാലും ദാരിദ്ര്യം വരെ സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഒരു ജനത ഒരു ഭരണകൂടത്തോട് പറയുന്നിടത്താണ് ആ ഭരണകൂടത്തിന്റെ വിജയം എന്ന് പറയുന്നത്. ഈ ഭരണകൂടത്തിന്റെ വിജയം തന്നെയാണ് ഇത്രകാലം കഴിഞ്ഞ 5 മാസങ്ങളിൽ പോലും നമ്മൾ വ്യക്തമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഡൊണാൾഡ് ട്രംപിലേക്ക് വരികയാണ് എങ്കിൽ ട്രംപിന്റെ പ്രസ്താവനകളെ മാത്രമൊന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ വൈറ്റ് ഹൗസ് നേരിടുന്ന വലിയൊരു പെരുമാറ്റ വൈകല്യവും നിലപാടില്ലായ്മയും വ്യക്തമായി കാണാൻ സാധിക്കും. ഫെബ്രുവരി 28-ന് ശേഷം ട്രംപ് നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ അതെടുത്തു നോക്കിയാൽ 108ഓളം തവണയാണ് തങ്ങൾ ഇറാനെ തോൽപ്പിച്ചു എന്ന് അദ്ദേഹം അവകാശപ്പെട്ടിരിക്കുന്നത്. 95ഓളം തവണ ഇറാനെ പൂർണ്ണമായും തകർത്തു എന്ന് പിന്നീട് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ 88 തവണ ഇറാനുമായുള്ള കരാർ തൊട്ടടുത്തെത്തി എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 75 തവണ ഹോർമൂസ് കടലിടുക്ക് തുറന്നു നൽകിയിട്ടുണ്ട് എന്ന് അദ്ദേഹം അവകാശപ്പെടുമ്പോഴും യഥാർത്ഥത്തിൽ അവിടെ കപ്പൽ ഗതാഗതം കടുത്ത ഭീഷണിയിലാണ് എന്ന് നമുക്കെല്ലാം വ്യക്തമായി അറിയാവുന്നതാണ്. അതായത് ഒരു നിലപാടില്ലായ്മയാണ് ഈ ഒരു വൈറ്റ് ഹൗസിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇറാനുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ വിരുദ്ധങ്ങളായ കാര്യങ്ങളാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ളത്. ഒരേ വാർത്താ സമ്മേളനത്തിന്റെ തുടക്കത്തിൽ ഇറാനെ തകർത്തു എന്ന് പറയുകയും അവസാന ഭാഗത്തോടടുക്കുമ്പോൾ ബാക്കി കാര്യങ്ങൾ നാളെ തീർക്കാം എന്ന് പറഞ്ഞ് കൂടുതൽ സൈന്യത്തെ അയക്കാൻ തയ്യാറെടുക്കുകയാണ് എന്നും ചെയ്യുന്ന വിചിത്രമായ അല്ലെങ്കിൽ വൈരുദ്ധ്യമായ അമേരിക്കൻ പ്രസിഡന്റിന്റെ സ്വഭാവ സവിശേഷത നമുക്ക് ഓരോ പത്രസമ്മേളനത്തിലും കാണാൻ സാധിക്കും. അമേരിക്കൻ നേതൃത്വത്തിന് ഈ യുദ്ധത്തിൽ യാതൊരുവിധ വ്യക്തതയും ഇല്ല എന്നതിന്റെ ഏറ്റവും പ്രധാന കാരണം വൈറ്റ് ഹൗസിനുള്ളിൽ നേതാക്കൾ തമ്മിലുള്ള പരസ്പര വിരുദ്ധങ്ങളായ നിലപാടുകളാണ്. ഇവിടെയാണ് ഇറാന്റെ പ്രത്യേകത എടുത്തു പറയേണ്ടത്. ഒരു രാജ്യം പൂർണ്ണമായും ദാരിദ്ര്യത്തിലേക്ക് പോകുമ്പോഴും ആ ജനത തങ്ങളുടെ ഭരണാധികാരികളോട് കൂറു പുലർത്തുന്നു എന്നിടത്ത് വൈറ്റ് ഹൗസിൽ നേതാക്കൾ പരസ്പര വിരുദ്ധങ്ങളായ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇറാൻ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് എന്നതിൻ്റെ കാരണം വ്യക്തമാണ്.
വൈസ് പ്രസിഡന്റ് JD വാൻസ് ഒരിടത്ത് നിൽക്കുമ്പോൾ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് തികച്ചും വിപരീതമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇസ്രായേലാണ് അമേരിക്കയുടെ വിദേശ നയം നിയന്ത്രിക്കുന്നത് എന്നും താൻ യുദ്ധത്തിനെതിരെ സംസാരിച്ച് രാഷ്ട്രീയ ചർച്ചകൾക്ക് വേണ്ടി വാദിക്കുന്നത് കൊണ്ട് തനിക്കെതിരെ ദുഷ്പ്രചരണങ്ങൾ നടത്തുകയാണ് എന്നും വൈസ് പ്രസിഡന്റ് തുറന്നടിക്കുന്നു. എന്നാൽ മറുവശത്ത് പ്രതിരോധ സെക്രട്ടറി സൈന്യത്തിന്റെ ആത്മവീര്യത്തെക്കുറിച്ച് വലിയ സംസാരങ്ങൾ നടത്തുകയും കൂടുതൽ ആക്രമണങ്ങൾക്ക് ആഹ്വാനം നൽകുകയും ചെയ്യുന്നു. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ മറ്റൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ അവർക്കിടയിൽ കിടന്ന് ആടിയുലയുന്ന പ്രസ്താവനകളാണ് ട്രംപ് നടത്തുന്നത്. ഇറാനെതിരെയുള്ള ഈ സൈനിക നീക്കം യഥാർത്ഥത്തിൽ അമേരിക്കയുടെ സ്വന്തം പ്രൊജക്റ്റൊന്നും ആയിരുന്നില്ല, മറിച്ച് ഇസ്രായേലിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അവർ ഏറ്റെടുക്കേണ്ടി വന്ന ഒന്നായിരുന്നു. അമേരിക്കയിൽ വാർ ക്യാമ്പിന്റെയും സയനിസ്റ്റ് ലോബിയുടെയും പ്രധാന നേതാവായിരുന്നു ലിൻസി ഗ്രഹാമും സംഘവും. അദ്ദേഹം വിചാരിച്ചിരുന്നത് 1-2 ആഴ്ചകൾ കൊണ്ട് ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിച്ച് വലിയ വിജയം നേടാമെന്നും വിഷയം അങ്ങനെ അവസാനിപ്പിക്കാമെന്നുമായിരുന്നു. എന്നാൽ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ ഒന്നും നടന്നില്ല. കൃത്യമായ ഒരു ബി പ്ലാൻ ഇല്ലാതെ കളത്തിലിറങ്ങിയ അമേരിക്കയുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പൂർണ്ണമായും കൈവിട്ടുപോയി. അതായത് ഒന്നുമല്ലാത്തൊരു രാജ്യമാണ് ഇറാൻ എന്നും അതിനെ വളരെ വേഗത്തിൽ തകർത്ത് തിരിച്ചു വരാമെന്നുമുള്ള അമിത ആത്മവിശ്വാസം, ഒരു ബി പ്ലാനിന്റെ ആവശ്യം പോലും ഇല്ല എന്ന ഒരു രാജ്യത്തിന്റെ ബുദ്ധിശൂന്യത കൊണ്ടാണ് ഇത്ര നാളും ഈ യുദ്ധം നീണ്ടുപോയതും ഒന്നും ചെയ്യാൻ പറ്റാതെ അമേരിക്ക ഇങ്ങനെ തെരുവിലിറങ്ങി നിൽക്കേണ്ടി വരുന്നതും. ഇതിന്റെ ഫലമായി ഈ സംഘർഷം മുൻപെങ്ങുമില്ലാത്ത വിധം മറ്റു മേഖലകളിലേക്ക് പടരുകയാണ്. ഇതുവരെ ഹോർമൂസ് കടലിടുക്ക് മാത്രമായിരുന്നു പ്രശ്നമെങ്കിൽ ഇപ്പോൾ ബാബൽ മന്ദേബ് പ്രധാനപ്പെട്ട ഒരു യുദ്ധ മേഖലയായി മാറിയിരിക്കുന്നു. യമനിലെ ഹൂതികൾ സൗദിക്കും US കപ്പലുകൾക്കും നേരെ ഉപരോധം പ്രഖ്യാപിച്ചതോടെ ലോകത്തെ 20% എണ്ണ വാതക വ്യാപാരം നടപ്പാകുന്ന കടൽപാത അടയുന്ന സ്ഥിതിയിലാണ്. ചെങ്കടലിലേക്കുള്ള വഴി അടയുന്നതോടെ സൗദി അറേബ്യ വലിയ പ്രതിസന്ധിയിലാകുന്നു. ഇത് മറികടക്കാൻ സൗദിയും അമേരിക്കയും ചേർന്ന് 50ഓളം രാജ്യങ്ങൾക്ക് കത്തയച്ച് ഒരു അന്താരാഷ്ട്ര സൈനിക സഖ്യം രൂപീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും ഇത് കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇറാനിൽ വൻതോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾ തകരുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും തങ്ങളുടെ പ്രതിരോധ ശൃംഖല കൃത്യമായി ഉപയോഗിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. യമനിലെ ഹൂത്തികളും ലെബനനിലെ ഹിസ്ബുള്ളയും ഇറാഖിലെ മിലിഷ്യകളും ഒരേ സമയം സജീവമാക്കാൻ ഇറാന് സാധിക്കുന്നുണ്ട് എന്നിടത്താണ് അവരുടെ വിജയം. 2 ആഴ്ച കൊണ്ട് ഒരു രാജ്യത്തെ കീഴടക്കാമെന്ന അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയ അവസ്ഥയിൽ ലോക സമൂഹം ഒന്നടങ്കം അമേരിക്കയോടും ഇസ്രായേലിനോടും ഈ വിനാശകരമായ യുദ്ധം അവസാനിപ്പിക്കാൻ ഉറക്കെ ആവശ്യപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എന്തുതന്നെ ആയാലും ഒരു രാജ്യത്തിന്റെ ജനത ഒപ്പം നിൽക്കുമ്പോൾ ആ രാജ്യത്തിന് എന്തിനേയും മറികടക്കാൻ സാധിക്കും എന്നുള്ള ഏറ്റവും വലിയ തെളിവായി ഇറാൻ ഇപ്പോഴും നമുക്ക് മുന്നിൽ നിലകൊള്ളുന്നു.